വെച്ചുകൊണ്ടല്ല. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം സതീ സമ്പ്രദായം ഉണ്ടായിരുന്നു, അതുപോലെ തൊട്ടുകൂടായ്മകൾ ഉണ്ടായിരുന്നു, കണ്ടുകൂടായ്മയുണ്ടായിരുന്നു. ആ രാജ്യത്ത് നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ അത്തരം അധർമ്മമായ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാടിയിട്ട് നമ്മുടെ നവോത്ഥാന നായകന്മാർ അവർ ഇവിടെ മനുഷ്യർ തുല്യരായി ജീവിക്കണമെന്ന് പറയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ സമുദായത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറ്റാണ്ട് 14 മുമ്പ് ആ സ്നേഹത്തിന്റെ വഴികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അവിടെ ഇരിക്കുന്നിടത്ത് എണീറ്റ് നിൽക്കുകയാണ്. കൂടെയുള്ള അനുചരർ ചോദിച്ചു, നബിയെ, അവർ ജൂതനായ മനുഷ്യന്റെ ശരീരമല്ലേ, ഡെഡ് ബോഡിയല്ലേ, അവനെ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് തുല്യതയില്ലാത്ത മനുഷ്യ സ്നേഹത്തിന്റെ നിത്യമായ എന്നും നിലനിൽക്കുന്ന ഉദാഹരണം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതൊരു മനുഷ്യന്റെ ശരീരമാണ്, അതൊരു മനുഷ്യന്റെ ശരീരമാണ്. ആ മനുഷ്യ ശരീരത്തെ ബഹുമാനിക്കണമെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് പകർന്നു നൽകുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്നേഹത്തിന്റെ ആ സൗഹാർദ്ദത്തിന്റെ വഴിയാണ് ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഇന്നും ഈ കേരളത്തിന്റെ മണ്ണിൽ, ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ അല്ല ലോകത്തു തന്നെ പഠിപ്പിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാമല്ലോ നിങ്ങൾക്ക്, നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരി യമനിന്റെ കാരാഗ്രഹത്തിൽ വസിച്ച് നാളെ കൊലക്കുറ്റത്തിന്റെ പേരിൽ തൂക്കുകയറിലേക്ക് വിധിക്കപ്പെട്ട് കാത്തു നിൽക്കുമ്പോഴാണ് കാന്തപുരം ഉസ്താദ് മനുഷ്യത്വമുള്ള മനുഷ്യൻ ആ വിഷയത്തിൽ ഇടപെടുന്നത്. കാന്തപുരം ഉസ്താദ് തന്റെ റോള് വെച്ചത് ഇടപെടൽ നടത്തുമ്പോൾ ഇന്നും ആ സ്ത്രീക്ക് വേണ്ടി, ആ ഹൈന്ദവ സഹോദരിക്ക് ജീവിക്കാനുള്ള അവകാശം ലോകത്ത് അനുവദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹിയുടെ പ്രവർത്തനം കൊണ്ടായിരുന്നു എന്നത് എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മീഡിയകളിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. ഇന്നും ആ വിഷയത്തിൽ ആ സഹോദരിയുടെ മോചനത്തിന് വേണ്ടിയിട്ട് പരസ്പരം മറന്നുകൊണ്ട്, മതങ്ങൾ മറന്ന് അല്ലെങ്കിൽ മറ്റു വൈജാത്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യർ പരസ്പരം സ്നേഹം കാണിക്കണമെന്ന് പറഞ്ഞ് ഇന്നും അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ ഒരു സൗഹാർദ്ദമാണ് നമ്മുടെ രാജ്യത്തുണ്ടാകേണ്ടത്, ആ ഒരു സ്നേഹമാണ് നമ്മുടെ കേരളത്തിലുണ്ടാകേണ്ടത്. അത് തകർക്കാൻ ആരും ശ്രമിച്ചാലും അനുവദിക്കുകയില്ല എന്നത് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരളത്തിന്റെ മണ്ണിൽ മൂന്നാമതൊരു കേരള യാത്ര നടത്തുന്നത്. കാന്തപുരം ഉസ്താദിനെ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ, വയോവൃദ്ധനായിട്ടുണ്ട്, വീട്ടിൽ പോലും റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ലാതെ പോലും ഇന്നും ഈ സമൂഹത്തിന് വേണ്ടി ഓടിപ്പാഞ്ഞു നടക്കുകയാണ്. ഈ സമൂഹത്തിന്റെ ശ്രദ്ധിപ്പിന് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ കൃത്യമായി ലോകത്തിന് പകർന്നു നൽകുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെയും SYS-ന്റെയും SSF-ന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ അതൊരിക്കലും തീവ്രവാദത്തിൻ്റെതല്ല, ഭീകരവാദത്തിൻ്റെതല്ല, അക്രമത്തിൻ്റെതല്ല, പരസ്പരം സ്നേഹത്തിൻ്റെതാണ്. നാം സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും കൂട്ടമായി നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുന്നതിൽ ഈ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മതസ്വാതന്ത്ര്യത്തിന്റെയും പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിന്റെ വിജയത്തിന് വേണ്ടി നാം എല്ലാവരും കൂട്ടമായി പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ജനുവരി 1 മുതൽ 17 വരെ നീണ്ടു നിൽക്കുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ജില്ലകളിലും ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന കേരള യാത്ര, ആ കേരള യാത്ര ഇൻഷാ അല്ലാഹ് ഒറ്റപ്പാലത്താണ് പാലക്കാട് ജില്ലയുടെ സ്വീകരണം വരുന്നത്. നിങ്ങളെല്ലാവരെയും നിങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും മതങ്ങൾ മറന്ന്, വിശ്വാസങ്ങൾ മാറ്റിവെച്ച്, പ്രത്യാശാസ്ത്രങ്ങൾ മാറ്റിവെച്ച് നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന പ്രമേയം മുന്നിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചർച്ചകളും സെമിനാറുകളും ആലോചനകളും നടക്കുമ്പോൾ അതിലെല്ലാവരും നമ്മൾ കൂട്ടമായി ഉണ്ടാകണം. നമ്മുടെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കണം. അല്ലാഹു തആല